السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد عظم في الله صلاة دائمة بدوام الكلة. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഈ ലോകത്ത് ജീവിച്ച് അവസാനം നാം എന്നേക്കും നിലകൊള്ളുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് പോകാനാണ് ഇവിടെ ജീവിക്കുന്നത്. അവിടുന്ന് മരണമില്ല, അവിടുന്ന് ഒരു ആവശ്യവുമില്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല വിചാരണ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഭൗതികമാകുന്ന ലോകത്ത് ഒരു വിചാരണയും എന്നുമില്ല. ഇവിടെ വിചാരണ ചെയ്യേണ്ട. അതുപോലെ തന്നെയാണ് എല്ലാ പ്രവർത്തനം അമലുകൾ ചെയ്യേണ്ടത് ഇവിടെയാണ്. അവിടെ ഒരു പ്രവർത്തനം ഒരു അമലും ചെയ്യേണ്ടതില്ല. അവിടെ നിസ്കരിക്കേണ്ടതില്ല, അവിടെ നോമ്പ് വെക്കേണ്ടതില്ല, അവിടെ നല്ല കാര്യങ്ങൾ പറയേണ്ടതുമില്ല, ഒന്നുമില്ല. അതെല്ലാം പറയേണ്ടതും ചെയ്യേണ്ടതും ഈ ഭൗതികമാകുന്ന ലോകത്ത് ജീവിക്കുന്ന ഇവിടെ മാത്രമാണ്. അപ്പൊ ഇവിടെയാണ് പ്രവർത്തനം, അവിടെയാണ് വിചാരണ. ഇവിടെ വിചാരണയില്ല, അവിടെയാണ് വിചാരണ ഉള്ളത്. ഈ ഒരു കാര്യം നാം എപ്പോഴും ചിന്തിക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സമയത്ത് എപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ അല്ലാഹു തആല സ്വർഗവും നരകവും അല്ലാഹു പഠിച്ചിട്ടുണ്ട്. മുഅ്മിനീകളാകുന്ന സത്യവിശ്വാസികൾ പോകേണ്ടത് സ്വർഗത്തേക്കാണ്. മുസ്ലിങ്ങളല്ലാത്ത, അള്ളാഹുവിനെ ആരാധിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ വിശ്വസിക്കാത്ത ആളുകളൊക്കെ നരകത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ സ്വർഗത്തും മുഅ്മിനല്ലാത്തവരൊക്കെയും നരകത്ത് കിടക്കും. അല്ലാഹു തആലയുടെ തീരുമാനമാണല്ലോ. കാരണം അല്ലാഹു തആല ഇവിടെ ലോകത്ത് ജീവിക്കുന്നതിൽ മുഅ്മിനീങ്ങളും പോകണം, മുഅ്മിനല്ലാത്തവരും പോകണം. കാരണം മുഅ്മിനീങ്ങൾക്ക് അവിടെ സ്വർഗം കിട്ടുമ്പോൾ നരകം എങ്ങനെയുള്ളത് നമുക്ക് തിരിയണ്ടേ? മുഅ്മിനീങ്ങൾക്ക് തിരിയണമല്ലോ. അവിടുത്തെ ആ അദാബ്, മുഅ്മിനീങ്ങൾക്ക് അദാബ് കാണണമെങ്കിൽ എന്ത് വേണം? സ്വർഗവും നരകവും അവിടെ അല്ലാഹു തആല പഠിച്ചിരിക്കണം. അപ്പൊ അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് സ്വർഗവും മുഅ്മിനല്ലാത്തവർക്ക് നരകവും അല്ലാഹു പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ സ്വർഗത്തേക്ക് പോകേണ്ടവരാണ് നമ്മളൊക്കെയും. സ്വർഗം വലിയ ദൂരത്തൊന്നുമില്ല, സ്വർഗം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ പോകുമ്പോൾ ഇതാ ഉദിയത്തുൽ ജനാസത്തു വഹതമലഹൻ നാസു അലാ അനാഖിഹിം ഫഇൻ കാനത് സാലിയതൻ കാനത് ഫതുമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂദീൻ. കാണാം സഅദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഉദിയത്തുൽ ജനാസത്തു വഹതമലഹൻ നാസു അലാ അനാഖിഹിം ഫഇൻ കാനത് സാലിയതൻ ഖാലത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് വിളിച്ചു പറയും. സത്യവിശ്വാസികളായ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ മുഅ്മിനീങ്ങൾ പറയും, ആ മുഅ്മിനീങ്ങളുടെ ജനാസ പെട്ടെന്ന് കൊണ്ടുപോകണമെന്നവർ പറയും. എന്നെ വേഗം ഖദ്ദിമൂനി ഖദ്ദിമൂനി മുന്നിട്ട് വേഗം കൊണ്ടുപോകണം എന്ന് പറയും. വഇൻ കാനത് ഗൈറ സാലിഹത്തിൻ, സാലിഹീങ്ങളല്ലാത്ത, നല്ല മുഅ്മിനീങ്ങളല്ലാത്ത ആളുകൾ പറയുന്നു, കാലത്ത് യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ അയ്ന തദ്ഹബൂന, നിങ്ങൾ എവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്? യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാനു, ആ കൊണ്ടുപോകുമ്പോൾ എല്ലാ ജീവികളും എല്ലാ ജീവജാലങ്ങളും സൗണ്ട് കേൾക്കുന്നുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന്മാർക്ക് പറയാൻ കഴിയുന്നില്ല, കേൾക്കുന്നില്ല. മനുഷ്യന്മാർ അല്ലാത്ത ബാക്കിയുള്ള യസ്മഉ സൗതഹാ എങ്ങാനും മനുഷ്യന്മാർ ജനാസ കൊണ്ടുപോകുമ്പോൾ എങ്ങാനും ശബ്ദം കേൾക്കുമായിരുന്നുവെങ്കിൽ നമ്മൾ ബോധരഹിതരായി പേടിച്ചുകൊണ്ട് അവിടെ അട്ടഹസിച്ച് വീണുപോകും. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, മനുഷ്യന്മാർ കേൾക്കില്ല. മനുഷ്യന്മാർ അവർ കേൾക്കാത്ത മറ്റുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കുന്നുണ്ട്. അതല്ലേ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചില അടുത്തുള്ള പശുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ അടുത്ത് പോകുമ്പോൾ ഓടിപ്പോകുന്ന കാണുന്നില്ലേ? അതുപോലെ തന്നെ നായ്ക്കളൊക്കെ കുരക്കുന്ന കാണുന്നില്ലേ? അതുപോലെ പശുക്കളൊക്കെ റോഡ് സൈഡ് പോകുമ്പോൾ നമ്മുടെ ജനാസ കൊണ്ടുപോകുന്ന കാണുമ്പോൾ അതിങ്ങനെ പേടിച്ച് അതിന് സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടു പോകുന്ന കാണുന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെയാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി അവിടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നീങ്ങേണ്ടത്. എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരം കളാക്കാൻ നമ്മൾ നോക്കരുത്. നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ാലും 5 നിസ്കാരം ഫർളായി നിസ്കരിക്കണം. അതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ, സ്വർഗം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഏതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാണ്, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാഖി നഅരിഹി വന്നാറു മിസ്ലു ദാലിക. ബുഖാരി ഹദീസിൽ കാണുകയാണ്. നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നബി ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്താണ് ഉള്ളത് സ്വർഗം. ചെരുപ്പിന്റെ വാരം ഒക്കെ എത്ര അടുത്തുള്ളത്? നമ്മളൊക്കെ ചെരുപ്പ് ധരിക്കുമ്പോൾ അതിന്റെ അടുത്ത് വാറുണ്ടാവൂലേ? അതിനേക്കാളും അടുത്താണ് നമ്മൾക്ക് സ്വർഗമുള്ളത്. നരകം അതുപോലെ തന്നെയാണ്. നരകവും അപ്പൊ നരകം കടക്കുന്നവർക്ക് നരകം അടുത്ത് തന്നെയാണ്. സ്വർഗത്തേക്ക് പോകുന്ന സ്വർഗം വളരെ അടുത്താണ്. ചെരുപ്പിന്റെ വാറിനേക്കാളും നിങ്ങൾക്ക് അടുത്താണ് സ്വർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞതല്ലേ? അതാണ് അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദികും മിൻ ശിറാഖി നഅരിഹി വന്നാറു മിസ്ലു ദാലിക. വളരെ വ്യക്തമായി ബുഖാരിയിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക, സ്വർഗത്തേക്ക് പോകാനുള്ള എല്ലാ സൽക്രമങ്ങളും ചെയ്തു വെക്കുക, ഈ നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കാണുക, തിരുമയായ കാര്യങ്ങളൊക്കെ വെടിയുക. അതുപോലെ കള്ളുകുടിക്കുന്നവർ, ചീട്ട് കളിക്കുന്നവർ, വിചരിക്കുന്നവർ, അഹങ്കരിക്കുന്നവർ അതൊക്കെ ചിന്തിച്ച് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് മാത്രം. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഞാൻ യൂട്യൂബിലൂടെ വന്നിട്ടില്ല. ഇന്നും എനിക്ക് സുഖമില്ല, ഞാനിപ്പോൾ വീട്ടിലാണ് ഉള്ളത്. ഇൻഷാ അള്ളാഹ് നാളെ ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റന്നാൾ യൂട്യൂബിലൂടെ നല്ലോണം വരും. അള്ളാഹു താല എല്ലാ ദിവസവും വരാനും നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ അള്ളാഹു തൗഫീഖ് മാറാവട്ടെ. അള്ളാഹു കേൾക്കുന്നതും പറയുന്നതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആൾ ഇന്നലെ എനിക്ക് വിളിച്ചു പറഞ്ഞു, ഉസ്താദിന്റെ യൂട്യൂബിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട്. അവർ കയ്യിൽ സുഖമില്ല, ഞാൻ ഇന്ന് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. അള്ളാഹു താല അവർക്കൊക്കെ നല്ല ഇൽമു കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.